പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന സ്ഥലത്ത് കിടന്നാൽ തന്നെ, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് നിങ്ങൾ നിസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ കണ്ണ് തുറക്കൂ എന്നുള്ളത് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഹിന്ദു ദൈവങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അജ്മീർ ദർഗ ശിവക്ഷേത്രം, ആഹാ അങ്ങനെ ഉണ്ടായോ? സർവേ നടത്തണമെന്ന് ഹിന്ദു സേന ദർഗ കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ച് കോടതി. കൊള്ളാലോ. ഈ ചാണകം മണത്താലും മറ്റേ ചാണകം തിന്നാലും പിന്നെ ഇവന്മാർക്ക് കാണുന്ന പള്ളികളൊക്കെ അമ്പലങ്ങളും ശിവന്റെ ലിംഗങ്ങളും അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളും ഒക്കെ തന്നെയാണ്. ചാണകവും ഈ മറ്റേ ഹിന്ദു ദൈവങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് മനസ്സിലാവാത്തത് അല്ലേ? കാശി, ബാബരി, മധുര, ഗാൻവാബി ഒക്കെ കഴിഞ്ഞു. ഇപ്പം അടുത്ത് സംബാലും നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്നത്തെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. അതായത് അജ്മീർ ദർഗ. അജ്മീർ ദർഗയുടെ ദർഗയുടെ അടിയിൽ ശിവന്റെ ലിംഗം ഉണ്ട് എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. ശിവൻ എവിടെയൊക്കെ ലിംഗം ഇട്ടതെന്ന് പടച്ചമ്പുരാൻ പോലും അറിയില്ല. എന്താണെങ്കിലും ഹിന്ദു സേനയാണ് ഇന്ന് കോടതിക്ക് ഹർജി കൊടുത്തത്. അജ്മീർ തോണ്ടണം, അജ്മീർ സർവേ നടത്തണം, തോണ്ടി കുഴിച്ച് മാന്തി അവിടെ ഞങ്ങൾ വല്ല ലിംഗങ്ങളും കൊണ്ടുവെക്കും, അതോടുകൂടി അത് ശിവക്ഷേത്രമായിട്ട് മാറും, നമ്മളത് പൊളിക്കും. ഇതാണ് ഹർജി. എന്താണെങ്കിലും കോടതി എടുക്കും. നമ്മുടെ നാട്ടിലെ സുപ്രീം കോർട്ട് വരെ ദൈവത്തിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാ അല്ലേ? അപ്പം സാധാരണ കോടതി തീർച്ചയായിട്ടും അതൊരു കേസായിട്ട് എടുക്കും. ഹർജി പരിഗണിച്ചിട്ടുണ്ട്. അതായത് ന്യൂഡൽഹി ഖാജ മൊഹീദ്ദീൻ മക്ബറായിട്ടുള്ള അജ്മീർ ദർഗയിൽ അവകാശവാദം ഉന്നയിച്ചിട്ട് ഹിന്ദുത്വ സംഘടന ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട് ഹിന്ദു സേന ജില്ലാ കോടതിയിൽ സമീപിച്ച് ഹർജി എന്തായാലും ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. കോടതി ദർഗ കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു ടെൻഷനില്ല. അതായത് 1991 ഈ കർസേവ നടത്തിയിട്ട് നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് അന്നത്തെ ഗവൺമെൻറ് ആയിട്ടുള്ള നരസിംഹറാവു ഗവൺമെൻറ് അന്നൊരു പുതിയൊരു ലോ കൊണ്ടുവന്നിരുന്നു. അതായത് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് ഏതൊക്കെ പള്ളികളും ഏതൊക്കെ അമ്പലങ്ങളും ഏതൊക്കെ ചർച്ചുകളും ആരുടെയൊക്കെ കൈവശമാണോ അതങ്ങനെ തന്നെ തുടരണം. അതിൻ്റെ മേലെ ഇത്തരത്തിലുള്ള അവകാശവാദ ഒന്നും വന്ന് പറയരുത് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ വ്യക്തമായിട്ട് നമ്മുടെ DY ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോദിയുടെ മറ്റൊരു ഭക്തൻ അതൊക്കെ ഈ ഗാൻവ്യാപി ഇഷ്യൂ വരുന്ന സമയത്ത് പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നിയമങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ, ഇങ്ങനത്തെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് കുഴിച്ചു തോക്കാം, അല്ലെങ്കിൽ തോണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവല്ലും വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ട് മാറ്റും. അപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കീഴ്വഴക്കം ഈ പറഞ്ഞ ഫോർമർ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡും നമ്മുടെ മോദിജി ഭക്തനും ശിവസേന അല്ലെങ്കിൽ RSS BJP ഭക്തനുമായിട്ടുള്ള ഈ പറഞ്ഞ ഈ ഒരു സാധനം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അതോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സകലമാന കോടതികളും ബാക്കിയുള്ള ആൾക്കാരും ആ ഒരു വിധിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള ഹർജി വന്നാലും തീർച്ചയായിട്ടും പരിഗണിച്ചിരിക്കും. നമ്മൾ കുഴിച്ചിരിക്കും, നമ്മളവിടെ വല്ലതും കണ്ടെത്തിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചിട്ടിരിക്കും. അതാണ് സത്യം. അത് തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതും. നമുക്കറിയാം മറ്റേ സംബാലിലുള്ള ഷാഹി ജുമാ മസ്ജിദിലും എന്താണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പേരിൽ 5 പേരാണ് ഈ ചെറ്റകൾ വെടിവെച്ചിട്ട് കൊന്നത്. 5 പേരെ, 5 സഹോദരങ്ങളെ വെടിവെച്ചോണ്ട് കൊന്നു ഈ നായിൻ്റെ മക്കൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ഇനിയിപ്പം ഹിന്ദു ദൈവങ്ങൾക്ക് ഈ പള്ളിപ്പറമ്പ് തന്നെ ഉറങ്ങിയാലേ ഉറക്കം വരൂ എന്നുണ്ടെങ്കിൽ അവരെവിടെങ്കിലും കൊണ്ട് എന്തെങ്കിലും പ്രതിഷ്ഠിച്ചോട്ടെ, ഇതിൻ്റെ പിന്നാലെ പോവാണ്ടിരിക്കുക. ഞാനതാ പറയുന്നത്, എടുത്തോട്ടെ. പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന സ്ഥലത്ത് കിടന്നാൽ തന്നെ, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് നിങ്ങൾ നിസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ കണ്ണ് തുറക്കൂ എന്നുള്ളത് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഹിന്ദു ദൈവങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അവർ പണ്ട് ഇറങ്ങിപ്പോയിട്ടുള്ള സ്ഥലങ്ങൾ തിരിച്ചു കയറി വരണമെന്നും അവർക്ക് പുതിയ പ്രതിഷ്ഠ അങ്ങ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വിട്ടുകൊടുക്കണം. അവർ എന്തെങ്കിലും ചെയ്തോട്ടെ, ഇതിൻ്റെ പിന്നാലെ അടിപിടി കൂടാൻ പോവരുത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വെടിവെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല കള്ളക്കേസിലും കൂടി നിങ്ങൾ ഒതുക്കിയിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോവാണ്ടിരിക്കും. എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അജ്മീർ ദർഗയുടെ അടിയിൽ ശിവന്റെ ലിംഗം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് അവിടെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ട് നമ്മുടെ ഹിന്ദു ഏത് സേനയാണെങ്കിലും ഏത് മഹാസഭയാണെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിപ്പോഴും പറയുന്നത് അവരൊന്ന് പൊളിക്കട്ടെ.
അവർ വന്ന് പൊളിച്ച് അവിടെ കുഴി തോണ്ടി അവിടെ വല്ല ലിംഗവും അല്ലാണ്ടി കണ്ടെത്തിയിട്ട് അവരവിടെ എന്തെങ്കിലും ചെയ്യട്ടെ, അങ്ങ് എടുത്തോട്ടെ. പടച്ചോനെ എവിടെ പറഞ്ഞിട്ടില്ല ഇതേ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചാലേ അല്ലെങ്കിൽ മുട്ടുകുത്തി കഴിഞ്ഞാലേ ഞാൻ പ്രസാദിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. നീ ഓടുന്ന ഓട്ടത്തിൽ, നീ ചാടുന്ന ചാട്ടത്തിൽ, നീ ഉറങ്ങുന്ന ഉറക്കത്തിൽ നിനക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിച്ചോ എന്നേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാണ്ട് ഈ അജ്മീർ തന്നെ പോകണം, മധുരയിലും കാശിയിലും ഈ പറഞ്ഞ ബാബരിയിലും തന്നെ പോകണമെന്ന് ഒരു പടച്ചോനും നമ്മുടെ മുസ്ലിം ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിൻ്റെ പിന്നാലെ പോവാണ്ടിരിക്കുക. ഈ വക കഴുതകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മരവാണങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ അങ്ങ് വിട്ടുകൊടുത്തേക്കുക. അതിനിപ്പോൾ എവിടെയാണെങ്കിലും വേണ്ടില്ല. അതല്ലേ നമുക്ക് തെറ്റോ? അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പേരിൽ യുദ്ധം ചെയ്യണമെന്നും ഈ പറഞ്ഞവന്മാർ വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാമെന്ന്, ജീവൻ കൊടുക്കണമെന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. വിട്ടുകൊടുത്തേക്ക്, നമുക്ക് അപ്പുറത്ത് വേറെ പള്ളി ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. ഈ പറഞ്ഞവന്മാർക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. ഇവന്മാർ മതം മനസ്സിൽ കയറി ചാണകം തിന്ന് പശുമൂത്രം കുടിച്ച് ജീവിക്കുന്ന ഇരുകാലികളാണ് ഇവർ. അപ്പോൾ അവർക്ക് നിങ്ങൾ ആ കാര്യങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കുക. അവന്മാർ എവിടെയെങ്കിലും കൊഴിക്കുകയെ തോണ്ടുകയെ മാന്തുകയെ അവിടെ പശുവിനെ കൊണ്ട് കെട്ടുകയെ അവിടെ പ്രതിഷ്ഠിക്കുകയെ, ഇനി ദൈവത്തിന് അവിടെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ അവിടെ കിടന്ന് ഉറപ്പിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളങ്ങ് വിട്ടുകൊടുക്കണം. അതാ വേണ്ടത്. അത് ഇനി അജ്മീർ ആണെങ്കിലും വേണ്ടില്ല, ബാബരി ആണെങ്കിലും വേണ്ടില്ല, മധുര ഗ്യാൻവാബി എവിടെയാണെങ്കിലും വേണ്ടില്ല. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. നല്ല മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. കഷ്ടം. ഇവന്മാരെല്ലാം കൂടി ഇന്ത്യ കുട്ടിച്ചോറാക്കി നാശാക്കിയിട്ട് എന്താ അവസ്ഥയല്ലേ. ഇനി അടുത്തത് താജ്മഹലും കുത്തുബ് മിനാറും, അതിനുശേഷം നമ്മുടെ നാട്ടിലെ ചേരമാൻ പെരുമാളൊക്കെ ഒരു ലിസ്റ്റിലുണ്ടെന്നാണ് കേട്ടത്. ചേരമാൻ പെരുമാൾ എവിടെയൊക്കെ പള്ളി കണ്ടു കഴിഞ്ഞാൽ അപ്പം ഉമ്മാർ ചാണകം തിന്ന ഉമ്മാർക്കത് ഹിന്ദു ദൈവങ്ങളായിട്ടാണ് തോന്നുന്നത്. ഈ ചാണകം ഹിന്ദു ദൈവങ്ങളും തമ്മിൽ ഇവന്മാർ എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് പടച്ചമ്പുരാന് പോലും അറിയത്ത്. എന്താണെങ്കിലും കൊള്ളാം, വിട്ടുകൊടുക്കടാ പ്ലീസ്.